ഹലോ. സോഷ്യൽ ഡിസ്കോഴ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ PYQ ഡിസ്കഷൻ സീരീസിലെ 7 യൂണിറ്റിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 8 ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്നുള്ള യൂണിറ്റാണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ജൂണിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. Which article of the Indian Constitution talks about complete abolishment of untouchability? Abolishment of untouchabilityയെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 15, ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 15, 2 ആർട്ടിക്കിൾ 16, 3 ആർട്ടിക്കിൾ 17 ആൻഡ് 4 ആർട്ടിക്കിൾ 19. ഇതിൽ ആർട്ടിക്കിൾ 15 എന്നുള്ളത് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിനെ പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 16 പബ്ലിക് എംപ്ലോയ്മെൻറ്റിന് എല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ആണ്, അതേക്കുറിച്ച് സംസാരിക്കുന്നതാണ് ആർട്ടിക്കിൾ 19. ആൻഡ് ആർട്ടിക്കിൾ 17 ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അബോളിഷ്മെൻറ്റ് ഓഫ് അൺടച്ചബിലിറ്റി, ഒരു പൗരൻ്റെ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ 17 ആണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3, Article 17. Second question, which of the following article of the Indian Constitution talks about governance in the 5th schedule areas? 5th schedule area ഏതാണ്? 5th schedule പറയുന്ന കാര്യം SC ST കാറ്റഗറി ആളുകളെ കുറിച്ചിട്ടാണ് 5th schedule പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 243, ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 244(1), ഓപ്ഷൻ 3 ആർട്ടിക്കിൾ 244(2) ആൻഡ് ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 241. ഇവിടെ റൈറ്റ് ആൻസർ ആർട്ടിക്കിൾ 244(1) എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 243 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫോർമേഷനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിൽ ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭ രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 243 കൂടി ഇവിടെ നോർത്ത് വെക്കുക. ഇവിടെ റൈറ്റ് ആൻസർ ആർട്ടിക്കിൾ 244(1) ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർട്ടിക്കിൾ ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ടോക്സ് അബൌട്ട് ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് എ പേഴ്സൺ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് 1942 ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടറാണ്. അതിൽ കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ഏത് ആർട്ടിക്കിളാണ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ആർട്ടിക്കിൾ 1, 2, ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 2, ഓപ്ഷൻ 3 ആർട്ടിക്കിൾ 3, ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 6 ആണ്. ഓക്കെ, ഇതിൽ ഈ ഒരു ഡിക്ലറേഷനിലെ ആർട്ടിക്കിൾസിൽ ആർട്ടിക്കിൾ 1 സംസാരിക്കുന്നത് ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 2 ഫ്രീഡം ഫ്രം ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 6 റെക്കഗ്നിഷൻ ആസ് എ പേഴ്സൺ ബിഫോർ ലോ, ഒരു നിയമത്തിൻ്റെ മുന്നിൽ ഏതൊരു മനുഷ്യനും അയാളൊരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. ആർട്ടിക്കിൾ 3 ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 3 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 3 എന്നുള്ളത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു ഈസ് കൺസിഡേർഡ് ടു ബി ഫാദർ ഓഫ് പ്രൊബേഷൻ ഡ്യൂറിങ് 19th century? അല്ലേ, നമ്മൾ പ്രൊബേഷനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. പ്രൊബേഷൻ്റെ എക്സാം ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊബേഷൻ ഓഫീസറുടെ PSC എക്സാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 JJ പണക്കലാണോ? എന്തായാലും അങ്ങനെ വായിക്കാം. ഓപ്ഷൻ 2 ജോൺ അഗസ്റ്റസ്, ഓപ്ഷൻ 3 T എല്ലിസ് ആൻഡ് ഓപ്ഷൻ 4 എലിയോട്ട് ആൻഡ് മെറിൽ. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ളത് ജോൺ അഗസ്റ്റസ് ആണ്. ഈ പ്രൊബേഷൻ ഏരിയയിലൊരു പയനീർ ആണ് അദ്ദേഹം. ഈ ആദ്യകാലങ്ങളിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ്. അതുപോലെ തന്നെ പ്രൊബേഷൻ എന്നുള്ളൊരു ടേമും അദ്ദേഹമാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ളത് ജോൺ അഗസ്റ്റസ് ആണ്, ഓപ്ഷൻ 2.
ഓക്കെ, ഇത് ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. Fifth question, human right which protects right to life but allows judicial death penalty is an example of human right. താഴെ തന്നിരിക്കുന്ന ഏത് ടൈപ്പ് ഹ്യൂമൻ റൈറ്റിന്റെ എക്സാമ്പിൾ ആണ്? നമുക്ക് ഒരേ സമയം ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതേപോലെ തന്നെ നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിൽ നമ്മളെ കൊല്ലാനുള്ള അല്ലെങ്കിൽ നമ്മളെ ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കും ഉണ്ട്? ഭരണഘടനയ്ക്കുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ഹ്യൂമൻ റൈറ്റിന് പറയുന്ന പേരെന്താണെന്നുള്ള അവിടെ ഓപ്ഷൻ 1 അബ്സല്യൂട്ട് ഹ്യൂമൻ റൈറ്റ് ഉണ്ട്, 2 ലിമിറ്റഡ് ഹ്യൂമൻ റൈറ്റ്, 3 ക്വാളിഫൈഡ് ആൻഡ് 4 അൺക്വാളിഫൈഡ്. അബ്സല്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും നമുക്ക് എന്താ പറയാ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഹ്യൂമൻ റൈറ്റ് ആണ് അബ്സല്യൂട്ട് ഹ്യൂമൻ റൈറ്റ്. ആ ഹ്യൂമൻ റൈറ്റ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. ലിമിറ്റഡ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസസിൽ നമുക്ക് ആ റൈറ്റുകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇനി ക്വാളിഫൈഡ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റിയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് നാഷണൽ സെക്യൂരിറ്റി ഒക്കെ കൺസിഡർ ചെയ്തിട്ട് എന്താ പറയുക റെസ്ട്രിക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള റൈറ്റ് ആണ് ക്വാളിഫൈഡ് ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്വാളിഫൈഡ് ഹ്യൂമൻ റൈറ്റ് ആണ് അല്ലേ. നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ വേറെ ആൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ജീവിക്കാനുള്ള അവകാശത്തെ ആരെന്നെ ഇല്ലാതാക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അല്ലെങ്കിൽ അവരെന്നെ ഇല്ലാതാക്കും എന്നുള്ളതാണ്, അതോറിറ്റി തന്നെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്വാളിഫൈഡ് ഹ്യൂമൻ റൈറ്റ് ആണ്. അബ്സല്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കംസ്റ്റാൻസസിലും അത് നിഷേധിക്കാൻ കഴിയില്ല, അത് ഉണ്ടായിരിക്കും. ലിമിറ്റഡ് ഓൾറെഡി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പ്രീ ഡിഫൈൻഡ് ആയിരിക്കും ഏതൊക്കെയാണ് ആ സർക്കംസ്റ്റാൻസസ് എന്നുള്ളത്. ക്വാളിഫൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് സേഫ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ നാഷണൽ സെക്യൂരിറ്റിയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒഴിവാക്കുന്ന കൈൻഡ് ഓഫ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് ക്വാളിഫൈഡ് ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആണ്. Sixth question, which of the following are ensured under the right to life guarantee in the Constitution of India? Right to life guarantee അല്ലേ, റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്ന അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ. എ റൈറ്റ് ടു വോൾസം എൻവയോൺമെന്റ്, ബി റൈറ്റ് ടു പ്രോപ്പർട്ടി, സി റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഡി റൈറ്റ് ടു ഡൈ ആൻഡ് ഇ റൈറ്റ് ടു പ്രൈവസി. ഓക്കെ, ഇവിടെ റൈറ്റ് ടു വോൾസം എൻവയോൺമെന്റ് റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ്. റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നുള്ളതും റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ്. റൈറ്റ് ടു പ്രൈവസി എന്നതും റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ്. റൈറ്റ് ടു ഡൈ എന്നുള്ളതും റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളതും റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. സോ ACE ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ACE വരുന്ന ഓപ്ഷൻ 2 നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, ഓപ്ഷൻ 2 ആയിരിക്കും റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 7th question, equal pay for the equal work is one of the principle of policy to be followed by the state for ensuring. താഴെ തന്നിരിക്കുന്ന ഏത് കാര്യം ഉറപ്പുവരുത്താനാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള ഒരു പ്രിൻസിപ്പിള് നമ്മൾ പോളിസി മേക്കിങ്ങിൽ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ 1 സോഷ്യൽ ജസ്റ്റിസ്, ഓപ്ഷൻ 2 എക്കണോമിക് ജസ്റ്റിസ്, ഓപ്ഷൻ 3 പൊളിറ്റിക്കൽ ജസ്റ്റിസ്, 4 മോറൽ ജസ്റ്റിസ്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ജസ്റ്റിസ് ആണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലെ വെൽത്ത് അത് ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എല്ലാ ആളുകൾക്കും. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ്, പ്രിവിലേജുകൾ, ഇതൊക്കെ എല്ലാവർക്കും ഫെയർ ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെയൊക്കെ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ജസ്റ്റിസ് ആണ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളത്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ, ഇലക്ഷനിൽ നിൽക്കാൻ, പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. മോറൽ ജസ്റ്റിസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ദെൻ എക്കണോമിക് ജസ്റ്റിസ്, ഫിനാൻഷ്യൽ കാര്യത്തിൽ ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് ആണ് എക്കണോമിക് ജസ്റ്റിസ് എന്നുള്ളത്. എലിമിനേറ്റ് വേജ് ഡിസ്ക്രിമിനേഷനൊക്കെ
ഇവിടെയാണ് വരുന്നത് എലിമിനേഷൻ ഓഫ് വേജ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. എക്കണോമിക് ജസ്റ്റിസ് ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളത് എക്കണോമിക് ജസ്റ്റിസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ആസ് പെർ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എ മിനിമം ഓഫ് വുമൺ സീറ്റ്സ് ഇൻ ലോക്കൽ ഗവൺമെന്റ് ബോഡീസ് ഓർ പഞ്ചായത്ത് ആർ നൗ റിസർവ്ഡ് ഫോർ വുമൺ. അതായത് 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം നിലവിൽ ലോക്കൽ ഗവൺമെന്റ് ബോഡീസിൽ പഞ്ചായത്തിലൊക്കെ വുമൺസിന് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്രയാണ് അവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിന്റെ ഒരു കണക്ക് എങ്ങനെയാന്നുള്ളതാണ് ചോദ്യം. ഇവിടെ വന്നിട്ടുണ്ട് 3/4, ഓപ്ഷൻ 1 3/4, ഓപ്ഷൻ 2 1/4, ഓപ്ഷൻ 3 1/5 ആൻഡ് ഓപ്ഷൻ 4 1/3 എന്നുള്ളതാണ്. ഇതിൽ എത്രയാണ് വുമൺ റിസർവേഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിൽ ഗവൺമെന്റ് ബോഡീസിൽ പഞ്ചായത്തിലൊക്കെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ഈ തന്നിരിക്കുന്ന എത്രയാണ് വുമൺ റിസർവേഷന്റെ ഒരു പ്രപ്പോർഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. 1/3 ആണ്. 3ൽ ഒരു ആള് സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4 1/3. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 9th ക്വസ്റ്റ്യൻ. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ദ ഏരിയ ഓഫ് സോഷ്യൽ ഡിഫൻസ് ഇസ് നോട്ട് കൺസേൺഡ് വിത്ത്. ഓപ്ഷൻ 1 ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, ഓപ്ഷൻ 2 ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം, ഓപ്ഷൻ 3 ചൈൽഡ് വെൽഫെയർ സിസ്റ്റം, ഓപ്ഷൻ 4 ഡെലിക്വൻസി ജസ്റ്റിസ് സിസ്റ്റം. ഡെലിക്വൻസി ജസ്റ്റിസ് സിസ്റ്റം ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള 3 ഏരിയകളിലും സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഡിഫൻസ് എന്നുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, 10th question. Which article of the Indian Constitution says that the state shall, within the limits of economic capacity and development, make effective provision for securing the right to work, to education and to public assistance in case of unemployment, old age, sickness and dissolvement and in other case of undeserved want. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റ്, ഓൾഡ് ഏജ്, സിക്നസ്, ഡിസോൾവ്മെന്റ് ആൻഡ് അതർ കേസ് ഓഫ് അൺഡിസർവ്ഡ് വാണ്ട്, ഇത്തരം സിറ്റുവേഷനുകളിൽ വ്യക്തികളുടെ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, പബ്ലിക് അസിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങൾ സെക്യൂർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഗവൺമെന്റ്സ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആർട്ടിക്കിൾ ഓപ്ഷൻസിൽ ആർട്ടിക്കിൾ 39 ഉണ്ട്, ആർട്ടിക്കിൾ 14 ഉണ്ട്, ആൻഡ് ആർട്ടിക്കിൾ 41 ഉണ്ട്, ആൻഡ് ആർട്ടിക്കിൾ 42 ഉണ്ട്. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആയിട്ടുള്ള ഓപ്ഷൻ 3 ആയിട്ടുള്ള ആർട്ടിക്കിൾ 41 ആണ്. ഈ ഒരു കാര്യം ഇതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. പാർട്ട് 4 ആണ്. ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന. Okay, 10th question. Which article of the Indian Constitution says that the state shall, within the limits of economic capacity and development, make effective provision for securing the right to work, to education and to public assistance in case of unemployment, old age, sickness and dissolvement and in other case of undeserved want. അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ ഏതൊക്കെയാണ് അൺഎംപ്ലോയ്മെന്റ്, ഓൾഡ് ഏജ്, സിക്നസ്, ഡിസോൾവ്മെന്റ് അല്ലെങ്കിൽ മറ്റ് അൺഡിസേർവ്ഡ് വാണ്ട്, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസുകളിൽ ഒരു വ്യക്തിയുടെ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇത്രയും റൈറ്റുകൾ സെക്യൂർ ചെയ്യണം ഗവൺമെന്റ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റിനോട് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത്. ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. അതായത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആർക്കും കേസ് കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ അത് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന് കൊടുക്കുന്ന പോളിസി മേക്കിങ്ങിലും ലോ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് DPSP എന്നുള്ളത്. ഐറിഷ് ഗവൺമെന്റിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ
36-51 ആണ് DPSP വരുന്നത്, പാർട്ട് 4. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 39, ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 14, ഓപ്ഷൻ 3 ആർട്ടിക്കിൾ 41 ആൻഡ് ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 42. റൈറ്റ് ആൻസർ ആയിട്ടുള്ള ആർട്ടിക്കിൾ 41ലാണ് ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പബ്ലിക് അസിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റുകൾ പറയുന്നത്. ഓക്കെ ഓക്കെ, ഓപ്ഷൻ 3 ആണ് ഇപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ 11th ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് വെരി വെൽ ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഓഫ് ഇന്ത്യ, ആസ് ദ ഡാഷ് ഓഫ് ഇന്ത്യ എന്നായിരിക്കും തോന്നുന്നത്. ഓക്കെ, എന്തായാലും പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പേരിലാണ് നമ്മൾ പറയാറുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. 1 ഹേർട്ടാണ്, 2 ബിൽ ഓഫ് റൈറ്റ്, 3 മാഗ്ന കാർട്ട, 4 ഹെറിറ്റേജ്. 3 മാഗ്ന കാർട്ടയാണ് റൈറ്റ് ആൻസർ. പാർട്ട് 3 പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ടയാണെന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 12th question, statement 1, social justice protect or prevent from exploitation, discrimination mostly through legislation. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, സോഷ്യൽ ജസ്റ്റിസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസോഴ്സസ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റീസ് എന്നതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണെന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഒന്നാമത് എന്താ പറഞ്ഞിട്ടുള്ളത്, സോഷ്യൽ ജസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ലെജിസ്ലേഷൻ, സോഷ്യൽ ലെജിസ്ലേഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നത്. സോ അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ എന്താ പറയുക, അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസും റിസോഴ്സസും ഒക്കെ അത് അവരുടെ അവകാശമായിട്ട് തന്നെ സോഷ്യൽ ജസ്റ്റിസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 2 റൈറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ഓക്കെ, 13th question, which generation of human right promotion has been ascribed to the social work profession? ഹ്യൂമൻ റൈറ്റിന് എന്തുണ്ട്, കുറച്ച് ജനറേഷൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സ്, സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സ്, അതേപോലെ തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. അതിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷന് കൂടുതലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏത് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് എന്നാണ് പറയാറുള്ളത്. വോട്ട് ചെയ്യാൻ, ഇലക്ഷനിൽ നിൽക്കാൻ, നിയമത്തിൻ്റെ മുന്നിൽ തുല്യതയ്ക്കുള്ള ഒരു അവകാശം കിട്ടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ ഫസ്റ്റ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ് ആണ്. ഇൻഡിവിജ്വൽ റൈറ്റ്സുകൾ, ലിബേർട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫസ്റ്റ് ജനറേഷനിലാണ് വരുന്നത്. ഇനി സെക്കൻഡ് ജനറേഷനിലോട്ട് വരുമ്പോൾ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റുകളാണ് സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റിൽ വരുന്നത്. അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജോലി ചെയ്യാൻ, ആരോഗ്യത്തിനുള്ളത്, വീട് വെക്കാൻ, സോഷ്യൽ സെക്യൂരിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റിലാണ്. തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ് പറഞ്ഞാൽ കളക്റ്റീവ് ആൻഡ് സോളിഡാരിറ്റി ഹ്യൂമൻ റൈറ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഡെവലപ്മെൻറ്റ്, പീസ്, ഹെൽത്തി എൻവയോൺമെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റിലാണ്. നമ്മൾ സോഷ്യൽ വർക്കിൽ നമ്മൾ ഇറങ്ങുന്ന പല ഏരിയകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2, സെക്കൻഡ് ജനറേഷൻ. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, ഹെൽത്ത്, ഹൗസിങ്, സോഷ്യൽ സെക്യൂരിറ്റി, അതേപോലെ ഇത് പോവർട്ടി ഇറാഡിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, ഇൻഇക്വാലിറ്റി അഡ്രസ്സ് ചെയ്യുക, സോഷ്യൽ എക്സ്ക്ലൂഷനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ വരുന്നത് നമ്മുടെ സെക്കൻഡ് ജനറേഷനിലാണ്. ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് നമ്മളും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2, സെക്കൻഡ് ജനറേഷൻ. ഓക്കെ, 14th question, which of the following article of the Indian Constitution of India provide for cultural and educational right? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് നൽകുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 14 to 18,
Option 2, Article 25 to 28. Option 3, Article 29 to 30. And Option 4, Article 32. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആയിട്ടുള്ള 23 to 30 ആണ്. ഓക്കെ. ആർട്ടിക്കിൾ 14 to 18 സംസാരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ഓക്കെ. 25 to 28 പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ആർട്ടിക്കിൾ 13 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പഠിക്കുമ്പോൾ നമ്മൾ 5 റിട്ടുകൾ പറയാറുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർച്ചോററി, പ്രൊഹിബിഷൻ ആൻഡ് കോവാറണ്ടോ. ഈ 5 റിട്ടുകളുടെ പേര് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ഒരു പൗരൻ്റെ മൗലിക അവകാശമാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29 to 30 ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3. 15th question. Article 1 of the UN Convention on the Rights of the Child talks about UNCRC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ റൈറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് നടക്കപ്പെട്ടിട്ടുള്ള ഒരു കൺവെൻഷൻ ആയിരുന്നു. യുണൈറ്റഡ് നേഷൻ്റെ കൺവെൻഷൻ ആയിരുന്നു UNCRC അഥവാ UN Convention of the Rights of the Child എന്നുള്ളത്. അത് 1989 ആ ഒരു കൺവെൻഷൻ നടന്നിട്ടുള്ളത്. അവിടെയും ഒരു റിപ്പോർട്ട് അവർ പുറത്തിറക്കിയിരുന്നു. അതിൽ കുറച്ച് ആർട്ടിക്കിൾസുകളുണ്ട് കുട്ടികളുടെ റൈറ്റ്സുകളെ കുറിച്ച് പറയുന്ന. അപ്പോൾ അതിൽ ആർട്ടിക്കിൾ 1 എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1, ദ സർവൈവൽ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ഓപ്ഷൻ 2, ദ ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ആൻഡ് ഓപ്ഷൻ 3, ദ ഏജ് ഓഫ് ദ ചൈൽഡ്. ആൻഡ് 4, ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ദ ഏജ് ഓഫ് ദ ചൈൽഡ് ആണ്. ആർട്ടിക്കിൾ 1 പറയുന്നത് കുട്ടി ആരാണെന്നുള്ള ഡെഫിനിഷനാണ്. ഒരു കുട്ടി 18 വയസ്സിന് താഴെയുള്ള ആളെയാണ് നമ്മളൊരു ചൈൽഡ് ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ആർട്ടിക്കിളിൽ UNCRCയുടെ ആദ്യത്തെ ആർട്ടിക്കിളിൽ അവർ പറയുന്നത്. ഇവിടെ ഏജ് ഓഫ് ദ ചൈൽഡ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അതിൽ മറ്റു ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 2 നോൺ ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾക്കെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട്, കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം. ആർട്ടിക്കിൾ 3 ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 4 ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ കൺവെൻഷൻ. ഈ കൺവെൻഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 4 പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു മെയിൻ പോയിന്റ് ആണ് 4 പില്ലേഴ്സ് ഓഫ് ചൈൽഡ് റൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് UNCRCയിലാണ് വരുന്നത്. ചൈൽഡ് റൈറ്റിന് 4 പില്ലേഴ്സ് ഉണ്ട്. അതിൽ 1 റൈറ്റ് ടു സർവൈവലാണ് കുട്ടികൾക്ക്. അതേപോലെ തന്നെ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആണ് രണ്ടാമത്. 3 റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്. ആൻഡ് 4 റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. ഈ 4 റൈറ്റും അല്ലെങ്കിൽ ഒരു 4 പില്ലേഴ്സാണ് ചൈൽഡ് റൈറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു 4 പില്ലേഴ്സായിട്ട് പറയാറുള്ളത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ദ ഏജ് ഓഫ് ദ ചൈൽഡ് ആണ് ആർട്ടിക്കിൾ 1 അല്ലെങ്കിൽ ദ ഡെഫിനേഷൻ ഓഫ് ദ ചൈൽഡ് ആണ് ആർട്ടിക്കിൾ 1 പറയുന്നത് UNCRCയുടെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. കഴിഞ്ഞ സൈക്കിളിൽ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2 ലിസ്റ്റുകളുണ്ട്. ഓക്കെ. ലിസ്റ്റ് 1 റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ഏതാണ്? ആർട്ടിക്കിൾ 14 to 18 ആണ്. ഓക്കെ. റൈറ്റ് ടു ഫ്രീഡം 19 to 22 ആണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 and 24 ആണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. 29 to 30 ആണ്. ഓക്കെ. ഈ ഒരു ഓപ്ഷൻ A4 B3. A4 കിട്ടിയാൽ തന്നെ ആൻസറിലോട്ട് എത്തി. A4 B3 C1 D2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. The following are the objective which the preamble of the Indian Constitution secured to every citizen. താഴെ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ആണ് ഏതൊക്കെയാണ്. അതിൽ കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ ഭരണഘടനയുടെ പ്രയാമ്പിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പൗരന്മാർക്ക് സെക്യൂർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില ഒബ്ജക്റ്റീവുകൾ ഇവിടെ പറയുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. A. ജസ്റ്റിസ്, B. ഡെമോക്രസി, C. ലിബർട്ടി ആൻഡ് D. ഇക്വാലിറ്റി. ഉള്ള ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളെ ഇന്ത്യൻ
ഇന്ത്യയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇന്ത്യ എന്താണ്, ഒരു സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് ആയിരിക്കും എന്നുള്ള ഒരു ഡിക്ലറേഷനിലാണ് നമ്മുടെ ഭരണഘടനയിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു 4 ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആ 4 ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഈ 4 കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റിസ്, ഡെമോക്രസി ഇല്ല, ലിബർട്ടി, ഇക്വാലിറ്റി, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. ഡെമോക്രസിക്ക് പകരം എന്താണ്, ഫ്രട്ടേണിറ്റി ആണ് 4മതായിട്ട് പറയുന്നത്. സോ ജസ്റ്റിസ്, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി. ഇവിടെ എ, സി, ഡി മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ളത്. സോ എ, സി, ഡി വരുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ. 18th question, which of the following are related to fundamental duties? 51A ക്ലോസ് സി. ഓക്കെ, അപ്പോൾ 51A സി ക്ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. എ, ഹ്യൂമനിസം, ബി, സോവറൈനിറ്റി, സി, ഹാർമണി, ഡി, യൂണിറ്റി ആൻഡ് ഇ, ഇൻറ്റഗ്രിറ്റി. ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത് സോവറൈനിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയുമാണ്. കുറച്ചും കൂടി ഡെപ്തിലുള്ളൊരു ചോദ്യമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നല്ല ചോദിച്ചത്, അതിൽ തന്നെയുള്ള ഒരു സി ക്ലോസിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 51A സി ക്ലോസിൽ പറയുന്നത് ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ തന്നെ ഉയർത്തിപ്പിടിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സോ സോവറിനിറ്റി, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി എന്നുള്ള ബി, ഡി, ഇ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ബി, ഡി, ഇ വരുന്ന ഓപ്ഷൻ 2 നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, 19th question, ദ അക്രോണിം UDHR stands for. UDHRന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഓപ്ഷൻ ബി, യൂണിവേഴ്സൽ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഓപ്ഷൻ സി, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ആൻഡ് ഓപ്ഷൻ ഡി, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് ഫണ്ട് ഫോർ ഹെൽത്ത് ആൻഡ് റിഹാബിലിറ്റേഷൻ. ഓക്കെ, ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, UDHR വന്നിട്ടുള്ള വർഷം 1948 ആണ്. അതേപോലെ December 10. ഈ ഡേറ്റും വർഷവും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എ, മെൻ ആൻഡ് വുമൺ ഈക്വലി ഹാവ് ദ റൈറ്റ് ടു an adequate means of livelihood. Equal pay, B, equal pay for equal work for both men and women. C, living wages for workers. D, equal justice and free legal aid എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ആർട്ടിക്കിൾ 43 ആണ് ലിവിങ് വേജസ് ഫോർ വർക്കേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ എന്നുള്ളത് ബി. ആർട്ടിക്കിൾ 39D ആണ്. Okay, so the right answer will be B, 4ഉം C 1ഉമാണ് വരിക. C1ഉം B4 വരുന്ന ഓപ്ഷൻ 4 ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഏരിയകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നാളെയാണ് എക്സാം. ഇന്ന് എക്സാമിൻ്റെ തലേന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ ഒന്ന് വായിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ് 3rd പാർട്ടാണ്, 4th പാർട്ടാണ് DPSP എന്നുള്ളത്. അത്തരത്തിൽ പാർട്ടുകളൊന്ന് ആലോചിച്ച് വയ്ക്കാൻ നോക്കുക. ഓക്കെ, എന്തായാലും പരമാവധി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.